Dear students, welcome to Learner's World. In this video, I'm going to talk about The Dancer of Kannur by William Dalrymple, MDC BA Languages, 3rd semester, Calcutta University. Summary of The Dancer of Kannur. The Dancer of Kannur is a part taken from Dalrymple's work Nine Lives in Search of the Sacred in Modern India, published in 2009. The Dancer of Kannur എന്ന് പറയുന്നത് അതിൻ്റെ ഓതറാണ് ഡാൽറിമ്പിൾ. അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള 9 ലീവ്സ് ഇൻ സെർച്ച് ഓഫ് ദ സീക്രട്ട് ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വർക്കാണ് ദ ഡാൻസർ ഓഫ് കണ്ണൂർ എന്ന് പറയുന്നത്. 2009 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ദ പ്രസൻറ്റ് എക്സെപ്റ്റ് ഫ്രം ദ ഡാൻസർ ഓഫ് കണ്ണൂർ നരേറ്റ്സ് ദ സ്റ്റോറി ഓഫ് ഹരിദാസ്, എ ദളിത് ലേബറർ ഹൂസ് കാസ്റ്റ് ബ്രിങ്സ് ഇൻ കോൺസ്റ്റൻറ്റ് ഹ്യൂമിലിയേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫോർ ഹിം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ദ ഡാൻസർ ഓഫ് കണ്ണൂർ എന്ന് പറയുന്നത് ഹരിദാസാണ് ഇതിൽ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഇതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ദളിത് ലേബററാണ്, ലോവർ കാസ്റ്റിലുള്ള ഒരു പേഴ്സണാണ് ഹരിദാസ്. അദ്ദേഹത്തിൻ്റെ കാസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ജാതി മൂലം അദ്ദേഹത്തിന് ഒരുപാട് അപമാനം, അതുപോലെ ഡിസ്ക്രിമിനേഷൻ, വിവേചനം ഒക്കെ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. For 9 months of the year, Haridas is a man from the Dalit community, which places him at the lowest rung of the social hierarchy. അപ്പോൾ ഒരു വർഷത്തിൽ 9 months ഹരിദാസ് സമൂഹത്തിൽ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ഒരാളായിട്ടാണ് ജീവിക്കുന്നത്. അതായത് വളരെ ലോവർ കാസ്റ്റിൽ ഉള്ള ഒരാളായിട്ടാണ് ജീവിക്കുന്നത്. അതുമൂലം സമൂഹത്തിൽ നിന്ന് ഒരുപാട് വിവേചനം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ സോഷ്യൽ ഹൈറാർക്കിയിൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഒരു വർഷത്തിൽ 9 months അദ്ദേഹം ജീവിക്കുന്നത്. ഹി വർക്ക്സ് ആസ് എ മാനുവൽ ലേബറർ ഡ്യൂറിങ് ദ വീക്ക്, ഡിഗിങ് വെൽസ് ആൻഡ് ഡൂയിങ് അതർ ഫിസിക്കലി ഡിമാൻഡിങ് ജോബ്സ് ആൻഡ് ആസ് എ പ്രിസൺ വാർഡൻ ഓൺ ദ വീക്കെൻഡ്സ്. അദ്ദേഹം ആ ഒരു സമയത്ത്, ആ ഒരു 9 months ഒരു ദളിത് എന്ന നിലക്ക് അദ്ദേഹം വളരെ കഠിനമായിട്ടുള്ള ജോലികളൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതായത് കിണർ കുഴിക്കുക, അങ്ങനെ ഫിസിക്കലായിട്ട് ചെയ്യുന്ന ജോലികളാണ് ചെയ്യുന്നത്. വീക്കെൻഡ്സിൽ പ്രിസൺ വാർഡനായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. For 3 months from December to February, the തെയ്യം സീസൺ, ഹരിദാസ് ട്രാൻസ്ഫോം ഇൻ ടു റിവേർഡ് ഡെയ്റ്റി. 3 months, ബാക്കി 3 months, അതായത് ഡിസംബർ ടു ഫെബ്രുവരിയിൽ, അതായത് തെയ്യം സീസണാണ് ആ ഒരു സമയത്ത്. ആ സമയത്ത് ഹരിദാസ് ഈ ഒരു ദളിത് ലേബറർ എന്നുള്ളതിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു റിവേർഡ് ഡയറ്റി, അതായത് ഒരു ദൈവികമായിട്ടുള്ള ഒരു ആരാധിക്കുന്ന ഒരു തെയ്യം ക്യാരക്ടറായിട്ട് മാറുമെന്നാണ് പറയുന്നത്. He and other performers give up their ordinary lives, jobs and worldly pleasures like eating meat, fish or sleeping with their wives to become Theyyam dancers, temporary incarnations of Hindu gods. അപ്പോൾ ഈ ഒരു സമയത്ത് ഡിസംബർ ടു ഫെബ്രുവരി ആ ഒരു സീസണിൽ, തെയ്യം സീസണിൽ, ഹരിദാസും തൻ്റെ കൂട്ടാളികളും എന്ത് ചെയ്യും? അവരുടെ ആ ഒരു ദളിത് എന്നുള്ള ആ ഒരു ജീവിതം, ആ ഒരു ഓർഡിനറി ലൈഫ്, സാധാരണ ജീവിതം മാറ്റിവെച്ച്, അതായത് നമ്മുടെ ലോകത്തിലുള്ള പ്ലഷേഴ്സിൽ നിന്നൊക്കെ മാറി നിന്ന്, അതായത് മീറ്റ് ഈറ്റ് ചെയ്യുക, മീറ്റ് ഫിഷ് ഇതൊക്കെ ഈറ്റ് ചെയ്യുക, അതുപോലെ അവരുടെ വൈഫ്സിൻ്റെ കൂടെ സ്ലീപ്പ് ചെയ്യുക, ഇതിൽ നിന്നൊക്കെ ഒരു വേൾഡ്ലി പ്ലഷേഴ്സിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു ദൈവികമായിട്ട് ഉള്ള ഒരു വഴിയിലേക്കാണ് അവർ മാറുന്നത്. അങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു സമയത്തുള്ളത്. എന്നിട്ട് അവർ തെയ്യം ഡാൻസേഴ്സ് ആയിട്ട് മാറും. ഒരു ടെമ്പററി ആയിട്ട് ഹിന്ദു ഗോഡ്സിൻ്റെ ഒരു ഇൻകാർണേഷൻ, ഒരു രൂപമായിട്ട് ആണ് ഇവർ മാറുന്നത്. ദ റിച്വൽ ടേക്സ് പ്ലേസ് at a forest clearing lit by bonfire and campfire lights with a large crowd gathered to witness the annual event. അപ്പോൾ ഈ ഒരു തെയ്യം ഡാൻസിന് വേണ്ടിയിട്ടുള്ള സെറ്റിംഗ് എന്ന് പറയുന്നത്, ഈ ഒരു റിച്വൽ, ഈ ഒരു ആചാരം നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഫോറസ്റ്റ്, കാടൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവിടെ നല്ല തീപ്പന്തൊക്കെ കത്തിച്ച് അവിടെ ക്യാംഫർ ലൈറ്റ്സ് മീൻസ് കർപ്പൂരത്തിൻ്റെ ആ ഒരു വെളിച്ചം ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അവിടെ ഒരു ലാർജ് ക്രൗഡ്, ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടും ഈ ഒരു ആനുവൽ ഇവൻറ്റ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹരിദാസ് and the other dances undergo an intense transformation involving elaborate striking makeup, often painted by the young male makeup boy, and huge ornate head dresses. അപ്പോൾ ഹരിദാസും ബാക്കിയുള്ള ഡാൻസേഴ്സും ഒരു ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ആ ഒരു ലോവർ കാസ്റ്റിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഹിന്ദു ഗോഡ്സിൻ്റെ ഒരു ഇൻകാർണേഷൻ എന്ന നിലയിലേക്കാണ് അവരുടെ ആ ഒരു
ട്രാൻസ്ഫോർമേഷൻ, ഒരു ഡെയിറ്റി, ഒരു ദേവത എന്നുള്ള നിലയിലേക്കാണ് അവരുടെ മാറ്റം. നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ മുഖത്തൊക്കെ ചായം അടിക്കുന്നുണ്ട്. അതിനൊരു മേക്കപ്പ് മെയിൽ ബോയ് ഉണ്ടാകും. അതുപോലെ ഒരു ഹെഡ് ഡ്രസ്സ്, തലയിലൊക്കെ ഒരു ഡ്രസ്സ് പോലെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഒരുപാട് ഓർണമെൻറ്റ്സൊക്കെ, ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ ധരിക്കും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ മേക്കപ്പ്. ദ പ്രോസസ് ഈസ് എ സ്പിരിച്വൽ വൺ. വളരെ ആത്മീയമായിട്ടുള്ള ഒരു പ്രക്രിയയാണിത്. വെൻ ദ ഡ്രംസ് ബിഗിൻ ആൻഡ് ദ ഡാൻസസ് മേക്കപ്പ് ഈസ് ഫിനിഷ്ഡ് ഹീസ് ഹാൻഡഡ് എ മിറർ. അങ്ങനെ ഡ്രംസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഡാൻസേഴ്സ് അവരുടെ മേക്കപ്പ് ഫിനിഷ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഒരു ഹരിദാസിൻ്റെ കയ്യിൽ ഒരു മിറർ കൈമാറും. Looking at the reflection of the god on his face, he enters a trance-like state, a position where the deity is believed to come and take over his body. അങ്ങനെ തൻ്റെ റിഫ്ലക്ഷൻ, ഹരിദാസ് എന്ത് ചെയ്യും, തൻ്റെ റിഫ്ലക്ഷൻ, തൻ്റെ പ്രതിബിംബം കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് ഒരു ദൈവികമായിട്ടുള്ള ഉൾവിളി വരും. ഒരു ദൈവ രൂപം തൻ്റെ ഉള്ളിലേക്ക് കയറുന്നതായിട്ട് ഫീൽ ചെയ്യും. അതിനെയാണ് ട്രാൻസ്-ലൈക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സമയം തൻ്റെ ബോഡിയിലേക്ക് ആ ഒരു ദൈവം കുടിയേറി പിന്നെ ദൈവമായിട്ടാണ് ഈ ഒരു പ്രതിബിംബം, ഈ ഒരു ഹരിദാസിനെ കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഹരിദാസ് ഡിസ്ക്രൈബ്സ് ദ ട്രാൻസ് നോട്ട് ആസ് എ പെർഫോമൻസ് ബട്ട് ആസ് എ ബ്ലൈൻഡിങ് ലൈറ്റ് ആൻഡ് എക്സ്പ്ലോഷൻ ഓഫ് ലൈറ്റ് വേർ ഹി ലോസസ് ഓൾ ഫിയർ ആൻഡ് ദ ഗോഡ് സ്പീക്സ് ആൻഡ് ആക്ട്സ് ത്രൂ ഹിം. അപ്പോൾ ഹരിദാസ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ട്. ഇത് വെറും ഒരു പെർഫോമൻസ് മാത്രമല്ല, അതായത് ദൈവം തൻ്റെ ഉള്ളിൽ കുടിയേറിയ ഒരു മൊമെൻ്റാണ്. അവിടെ ഒരു പേടിയില്ലാതെ ദൈവമാണ് അവിടെ ആക്ട് ചെയ്യുന്നത്, ദൈവമാണ് അവിടെ സംസാരിക്കുന്നത്. He remembers nothing of the performance once the head dress is removed, as if he has offloaded something. അദ്ദേഹം ഓർമ്മിക്കുകയാണ്, അതായത് ഈ പെർഫോമൻസ് ഒന്നുമല്ല, തൻ്റെ ഹെഡ് ഡ്രസ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു വലിയൊരു ഭാരം ഇറക്കി വെക്കുന്ന ഒരു ഫീലാണുള്ളത് എന്നാണ് പറയുന്നത്. ദ മോസ്റ്റ് പ്രൊഫൗണ്ട് ആസ്പെക്റ്റ് ഓഫ് തെയ്യം ഇസ് ഹൗ ഇറ്റ് കംപ്ലീറ്റ്ലി ഇൻവേർട്സ് ദ റിജിഡ് കാസ്റ്റ് സിസ്റ്റം ഓഫ് കേരള. അപ്പോൾ ഈ ഒരു തെയ്യത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ്, ഒരു തലം എന്ന് പറഞ്ഞാൽ അതുവരെ ഈ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാസ്റ്റ് സിസ്റ്റം, ആ ഒരു ജാതി സമ്പ്രദായം ഈ ഒരു തെയ്യത്തിൻ്റെ ആ ഒരു സമയം ആയതോടുകൂടി തുടച്ചു നീക്കുകയാണ്, ഇല്ലാതാക്കുകയാണെന്നാണ് പറയുന്നത്. അവിടെ കാസ്റ്റിന് പ്രാധാന്യമില്ല. അതായത് വളരെ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ദളിതായിട്ടുള്ള ലേബറാണ് ഹരിദാസ്. 9 months, ഒരു വർഷത്തിൽ 9 months അദ്ദേഹം ഒരു ദളിതായിട്ട് ജീവിച്ചാൽ ബാക്കി 3 months ഡിസംബർ ടു ഫെബ്രുവരി വരെ ഡിസംബർ ടു ഫെബ്രുവരി വരെ ഈ ഒരു തെയ്യം ഡാൻസറായിട്ടാണ് മാറുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിൽ ഈ ഹരിദാസിനെ ഒരിക്കലും ഒരു ദളിതായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ഒരു ഗോഡായിട്ട്, ഒരു ഹിന്ദു ഗോഡ്സ്, ഒരു ഡെയിറ്റി ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലോവർ കാസ്റ്റിലുള്ള ആളുകളും ഹയർ കാസ്റ്റിലുള്ള ബ്രാഹ്മിൻസ് വരെ ഈ ഒരു രൂപത്തെ, ഈ ഒരു ഗോഡിനെ വളരെയധികം വേർഷിപ്പ് ചെയ്യുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തെയ്യം ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ തന്നെ തുടച്ചു നീക്കുക, സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരു ആർട്ട് ഫോമും കൂടിയാണെന്നാണ് പറയുന്നത്. During the ritual, a Dalit man like Haridas, who is discriminated against in everyday life, is worshipped as a god by everyone, even the most orthodox high caste Brahmins. ഈ ഒരു റിച്വലിൻ്റെ ആ ഒരു സമയത്ത്, ഈ ഒരു ആചാരം നടക്കുന്ന ആ ഒരു സമയത്ത് ദളിതമാനായിട്ടുള്ള ഹരിദാസ് തൻ്റെ എവരിഡേ ലൈഫിൽ, തൻ്റെ നിത്യജീവിതത്തിൽ വളരെയധികം വിവേചനം നേരിട്ട ഒരാളാണ് ഒരു ദളിത് എന്ന നിലക്ക്. പക്ഷേ ഈ ഒരു സമയത്ത് ഒരു ആരാധനാ കഥാപാത്രമായിട്ട് മാറുകയാണ്, ഒരു ദൈവമായിട്ട് മാറുകയാണ്, ഒരു ഹിന്ദു ഗോഡിൻ്റെ ഒരു ഇൻകാർണേഷൻ ആയിട്ട് മാറുകയാണ്, എല്ലാവർക്കും ഒരു ആരാധന ഗോഡായിട്ട് മാറുകയാണ്. ഇവിടെ ഹൈ കാസ്റ്റിലുള്ള ബ്രാഹ്മിൻസ് പോലും വിവേചനം കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. These higher caste individuals seek the dancer's blessings and advice, showing him complete difference. അപ്പോൾ ഈ ഒരു ഹൈ കാസ്റ്റിലെ ഇൻഡിവിജ്വൽസ് ഒക്കെ വന്നിട്ട് ഈ ഒരു ഡാൻസറുടെ ബ്ലെസ്സിങ്സ്, അതുപോലെ അവരുടെ അഡ്വൈസ് ഒക്കെ നേടുകയാണ്. ഇവിടേക്ക് ഒരു വലിയൊരു ഡിഫറൻസ് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. The Theyyam rituals often contain stories that are critical of the Brahmins and the caste hierarchy, subtly challenging the hierarchy, subtly challenging the established social order. അപ്പോൾ ഈ ഒരു തെയ്യം റിച്വൽസ്
നമ്മുടെ ഹരിദാസിൻ്റെ സ്റ്റോറീസാണ് ലൈഫ് സ്റ്റോറീസാണ് പറയുന്നതെങ്കിലും ഈ ഒരു തെയ്യം റിച്വൽ, ഈ ഒരു ആർട്ട് ഫോം വന്നതോടു കൂടി ആ ഒരു സമൂഹത്തിലെ കാസ്റ്റ് സിസ്റ്റത്തിനോട് ഉള്ള കാസ്റ്റ് സിസ്റ്റം, ആ ഒരു സോഷ്യൽ ഹൈറാർക്കി അത് ഇല്ലാതാക്കാൻ, അതിനെതിരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമായിട്ട് മാറാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. The chapter highlights the extraordinary reality of Haridas life. He is a humble man who faces discrimination. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഹൈലൈറ്റ് ചെയ്യുന്നത് ഹരിദാസിൻ്റെ ലൈഫിലെ ജീവിതത്തിലെ ഒരു എക്സ്ട്രാ ഓർഡിനറി റിയാലിറ്റിയാണ്. വളരെ ഹമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ് ഹരിദാസ്. പക്ഷെ അദ്ദേഹം ഒരുപാട് വിവേചനം നേരിടേണ്ടതായിട്ട് വന്നു. തെയ്യം ഈസ് പ്രസൻറ്റഡ് ആസ് എ സ്പിരിച്വൽ സർവൈവൽ, എ വൈറ്റൽ ഫോം ഓഫ് ഡിവോഷൻ where art and religion unite to bring the gods to the world and in the process effect a temporary but a powerful social change. തെയ്യം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്പിരിച്വൽ സർവൈവലായിട്ടാണ്, ഒരു ആത്മീയമായിട്ടുള്ള സർവൈവലായിട്ടാണ്. അതുപോലെ ഒരു ആരാധനത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റായിട്ടാണ് ഈ ഒരു തെയ്യത്തിനെ കൺസിഡർ ചെയ്യുന്നത്. അവിടെ ആർട്ടും റിലീജിയനും യുണൈറ്റ് ചെയ്യാണ്. അതായത് ആർട്ടും അതുപോലെ മതവും ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു വിവേചനം അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അവിടെ ഏത് കാസ്റ്റിലാണ്, ഹയർ കാസ്റ്റാണോ ലോവസ്റ്റ് കാസ്റ്റാണോ എന്നുള്ള ഒരു കൺസിഡറേഷൻ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇത് സമൂഹത്തിൽ ഒരു വലിയൊരു പവർഫുള്ളായിട്ടുള്ള രീതിയിൽ ഒരു സോഷ്യൽ ചേഞ്ച്